നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ഉത്രട്ടാതി നക്ഷത്രത്തെക്കുറിച്ചാണ്. 2025 ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ നവംബർ മാസ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫലങ്ങളെക്കാൾ ഉപരി ഈ ഉത്രട്ടാതി നക്ഷത്രക്കാരെ എന്തൊക്കെ ഈ നവംബർ മാസം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഹൈപ്പും ചെയ്യുക. മറ്റൊരു അറിയിപ്പുണ്ട്. നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ നവംബർ മാസം ചെറിയ നിസാര കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ വേണ്ടിവരുന്ന ഒരു സമയമാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുമൂലം നിങ്ങളുടെ മനസ്സിലെ ഏകാഗ്രത നഷ്ടപ്പെടുകയും അതുവഴി നിസാര കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് കാലതാമസം അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ കുറച്ച് കാലതാമസം ഉണ്ടായാലും അതിനെ ആത്മസമന്വയത്തോടെ നിങ്ങൾ നേരിടുകയാണെങ്കിൽ ആ പ്രവൃത്തി നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയുന്നതാണ്. ഇല്ല എങ്കിൽ ആ പ്രവൃത്തിക്ക് കാലതാമസം ഉണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ ഔദ്യോഗിക മേഖലയിലൊക്കെ കഠിനമായിട്ടുള്ള പ്രയത്നം നിങ്ങൾക്ക് വേണ്ടിവരും. നിങ്ങളുടെ പ്രയത്നങ്ങൾ ആരും കണ്ടില്ല എന്ന് പോലും നിങ്ങൾക്ക് ചില സമയങ്ങളിലൊക്കെ തോന്നലുകൾ ഉണ്ടാവുന്നതാണ്. നിശ്ചയിച്ച കാര്യങ്ങൾക്കൊക്കെ വളരെയധികം വ്യതിചലനം വന്നു ചേരുന്നതാണ്. ചില കാര്യങ്ങൾ എത്ര നമ്മൾ നിശ്ചയിച്ചുറച്ചു വെച്ചാലും അത് ഒരിക്കലും നടക്കാതെ വരുന്ന ഒരു സമയങ്ങളുണ്ട്. അത് നമ്മൾക്ക് ഈശ്വര അനുഗ്രഹം നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈശ്വര അനുഗ്രഹം നിങ്ങൾക്ക് വളരെയധികം ആവശ്യമുള്ള ഒരു മാസമാണ് ഈ നവംബർ മാസം എന്ന് പറയുന്നത്. എന്നാൽ നവംബർ പകുതിയോടുകൂടി വസ്തുനിഷ്ഠമായിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ച് കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങളൊക്കെ നിങ്ങൾ വരുത്തുന്നത് മൂലം നിങ്ങളുടെ ബിസിനസ്സിലും ജോലിയിലും ഒക്കെ നിങ്ങൾക്ക് ഒരു നിലനിൽപ്പിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ സമൂഹത്തിന്റെ നല്ലതിനായിട്ട് റോഡ് വികസനം അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഭൂമി വിട്ടു നൽകേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉത്രട്ടാതി നക്ഷത്രക്കാർ ഈ നവംബർ മാസം നിങ്ങളുടെ പണം കടം കൊടുക്കുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്യരുത്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നഷ്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ശത്രുശല്യവും വർദ്ധിക്കുന്ന ഒരു മാസമാണ് ഈ നവംബർ മാസം. നിങ്ങളുടെ പേരിൽ ചില ദുഷ്പ്രചരണങ്ങളൊക്കെ നടക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അനാപത്ത് ചെലവുകളൊക്കെ ഒരുപാട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഉത്രട്ടാതി നക്ഷത്രക്കാര് പണമിടപാടുകൾ ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. ഈ നവംബർ മാസത്തില് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. പുതിയ ഒരു കാര്യവും നിങ്ങൾ തുടങ്ങാൻ പറ്റിയ ഒരു മാസമല്ല നവംബർ മാസം. ഇനി അത് മറ്റൊരു സമയത്തേക്ക് മാറ്റി വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ ഗണപതി ക്ഷേത്രത്തിൽ പോയി ഗണപതിക്ക് കറുകമാല ചാർത്തിയതിനു ശേഷം നിങ്ങൾ ആ പദ്ധതിക്ക് തുടക്കം കുറിക്കാവുന്നതാണ്. വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാനായിട്ട് ഗണപതിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യേണ്ടതാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സമയം അത്ര നല്ലതല്ല. നിങ്ങളുടെ പ്രസ്താവനകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് പറയേണ്ടതാണ്. എന്തെങ്കിലും വിളിച്ചു പറഞ്ഞതിന് ശേഷം അത് അബദ്ധമായി തീരുവാനുള്ള സാധ്യത വളരെ ഏറെയാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിലും പഠനത്തിലൊക്കെ ഒരു മന്ദത അനുഭവപ്പെടുന്ന ഒരു മാസമാണ്. പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ പോവുക, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിപ്പെടാനുള്ള സാധ്യത, ഇതൊക്കെ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. ഈ നവംബർ മാസം വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതാണ്. പരീക്ഷാദി കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ അഹോരാത്രം പരിശ്രമിക്കേണ്ട ഒരു സമയമാണ്. എങ്കിൽ മാത്രമേ നിങ്ങളെ വിജയം തേടിയെത്തുകയുള്ളൂ. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈശ്വരാനുഗ്രഹം ഒരുപാട് ആവശ്യമുള്ള ഒരു സമയമാണ്. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ പലതും നമ്മൾക്ക് മാറിപ്പോകുന്നതാണ്. പ്രാർത്ഥന കൊണ്ട് നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഗണപതി ഭഗവാനെയും ശിവ ഭഗവാനെയും ഭജിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുക. ബുധനാഴ്ച ദിവസം വ്രതമെടുക്കുന്നത് വളരെ നല്ലതാണ്. അവനവന്റെ ആരോഗ്യത്തിനനുസരിച്ച് വ്രതമെടുക്കാൻ ശ്രമിക്കുക. അന്നേ ദിവസം തന്നെ ആർക്കെങ്കിലും അന്നദാനം ചെയ്യുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉത്രട്ടാതി നക്ഷത്രക്കാര് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും വരുന്ന മാസങ്ങളിൽ നിങ്ങൾക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ നവംബർ മാസ ഫലങ്ങൾ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.